ഓം ശാന്തി. സതോപ്രധാന സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് സദാ സുഖവും ശാന്തിയുടെയും അനുഭൂതി ചെയ്യുന്ന ഡബിൾ അഹിംസകരായി ഭവിക്കട്ടെ. സദാ തൻ്റെ സതോപ്രധാന സംസ്കാരങ്ങളിൽ സ്ഥിതി ചെയ്ത് സുഖവും ശാന്തിയും അനുഭൂതി ചെയ്യുക. ഇതുതന്നെയാണ് സത്യമായ അഹിംസ. ആരിൽ നിന്നാണോ ദുഃഖവും അശാന്തിയും ലഭിക്കുന്നത്, അത് ഹിംസയാണ്. അതിനാൽ ചെക്ക് ചെയ്യുക, മുഴുവൻ ദിവസവും ഏതെങ്കിലും പ്രകാരത്തിലുള്ള ഹിംസ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അഥവാ ഏതെങ്കിലും ശബ്ദത്തിലൂടെ ആരുടെയെങ്കിലും സ്ഥിതിയെ ഇളക്കുകയാണെങ്കിൽ അതും കൂടി ഹിംസയാണ്. തൻ്റെ സതോഗുണി സംസ്കാരത്തെ മറച്ചുവെച്ച് മറ്റുള്ളവരുടെ സംസ്കാരത്തെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ അതും കൂടി ഹിംസയാണ്. അതിനാൽ മഹീനതയിലേക്ക് പോയി മഹാൻ ആത്മാവിൻ്റെ സ്മൃതിയിലൂടെ ഡബിൾ അഹിംസകരാകുക. ഓം ശാന്തി.